ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റൂളിംഗ് ദി കൺട്രി സൈഡ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ, ഇറ്റ് ഈസ് ദ കമ്പനി ബിക്കംസ് ദി ദിവാൻ എന്ന് വെച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു. ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ ഇന്ത്യയിൽ റൂൾ ഉറപ്പിച്ചതിന് ശേഷം ഇവിടെ ആര് ഗവർണർ ആവണം എന്നൊരു ക്വസ്റ്റ്യനിങ് വന്നിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെ? ഓക്കെ, നമുക്കൊന്ന് പിന്നെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഓൺ 12th August 1765. അപ്പൊ നമ്മുടെ ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് എപ്പോ മുതലാണ് മക്കളെ? ഇറ്റ് ഈസ് ഓൺ 12th August 1765. 1765 ആഗസ്റ്റ് 12 ദ മുഗൾ എംപറർ അപ്പോയിന്റഡ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസ് ദ ദിവാൻ ഓഫ് ബംഗാൾ അല്ലെ? അങ്ങനെ 1765 ആഗസ്റ്റ് 12 മുഗൾ എംപറർ ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ എന്തായിട്ട് ഇതാക്കി? ബംഗാളിലെ ദിവാനാക്കി മാറ്റി. ബ്രിട്ടീഷുകാരിൽ ഒരാളെ ബംഗാളിന്റെ ദിവാനാക്കി മാറ്റി, ഗവർണറാക്കി മാറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ആ പവർ അവർക്ക് കൊടുത്തു, ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു മുഗൾ എംപറർ. എപ്പോഴാണ്? ഇറ്റ് ഈസ് ഓൺ 12th August 1765. Okay. And the actual event most probably took place in the Robert Cleve's tent. ഇങ്ങനെയുള്ള ഒരു റിയൽ ഇവന്റ് എവിടെയാണ് നടന്നത്? ഇറ്റ് ഈസ് ഇൻ റോബർട്ട് ക്ലീവിന്റെ ടെന്റിലാണ് കേട്ടോ നടന്നത്. ഓക്കെ, വിത്ത് എ ഫ്യൂ ഇംഗ്ലീഷ് മെൻ ആൻഡ് ഇന്ത്യൻസ് ആസ് വിറ്റ്നസസ്. അങ്ങനെ 1865 ആഗസ്റ്റ് 12 മുഗൾ എംപറർ എന്താണ് ഒരു ബ്രിട്ടീഷുകാരനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിനെ ഈ ഒരു ദിവാൻ ഓഫ് ബംഗാൾ ആക്കുന്നതിനുള്ള ഇതിലേക്ക് നയിച്ചത്. എങ്ങനെയാണ്? ആ ഒരു ഇവന്റ് മുഗൾ എംപറർ ആ ഒരു ടൈറ്റിൽ, ഗവർണർ എന്ന് ദിവാൻ എന്ന് പറയുന്ന ടൈറ്റിൽ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തത് എവിടെ വെച്ചാണ് മക്കളെ? ഇറ്റ് ഈസ് ഓൺ റോബർട്ട് ക്ലീവ്സിന്റെ ടെന്റിൽ വെച്ചാണ്. അതിന് സാക്ഷിയായത് ആരൊക്കെയാ മക്കളെ? വിത്ത് എ ഫ്യൂ ഇംഗ്ലീഷ്മെൻ, കുറച്ച് ഇംഗ്ലീഷ്മെൻ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഒഫീഷ്യൽസിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇംഗ്ലീഷ്മെൻസ് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻസും ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ. But in the painting above, the event is shown as a majestic occasion. Okay. അപ്പൊ ഈ ഒരു പെയിന്റിങ്ങിൽ കാണാം, ഇതാണ് നമ്മുടെ മുഗൾ എംപറർ അല്ലെ? മുഗൾ എംപറർ സൈഡിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആണ്. ബ്രിട്ടീഷുകാരൻ സൈഡിൽ നിൽക്കുന്നത് അവരുടെ ഇംഗ്ലീഷ് മെൻ ആണ് അല്ലെ? ഓക്കെ, ഈ പിക്ചറിൽ കാണാം എന്തൊരു മെജസ്റ്റിക് ആയിട്ടുള്ള കാര്യമായിരുന്നു ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഗ്രാൻഡ് സെറ്റിംഗ്. വലിയൊരു ലക്ഷറിയസ് സെറ്റിംഗിലാണ് അല്ലെ ഈ ഒരു കൈമാറ്റം അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു 12th August 1765 the Mughal emperor appointed the East India Company as the Diwan of Bengal, and the actual event most probably took place in Robert Cleve's tent with a few English men and Indians as witnesses. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ബട്ട് ഇൻ ദ പെയിന്റിംഗ് ഏതാണ്? ഈ പെയിന്റിംഗില് ആണ് ആ ഒരു ഇവന്റ് കാണിക്കുന്നത് കേട്ടോ മക്കളെ. പെയിന്റിംഗ് കണ്ടാൽ തന്നെ അറിയാം ദ ഇവന്റ് ഇസ് ഷോൺ ആസ് എ മെജസ്റ്റിക് ഒക്കേഷൻ. അത്രയും മെജസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒക്കേഷൻ ആയിരുന്നു കേട്ടോ ആ ഒരു കൈമാറ്റം എന്ന് പറയുന്നത്. അത് ടേക്ക് പ്ലേസ് ചെയ്ത് ഇറ്റ് ഇസ് ഇൻ എ ഗ്രാൻഡ് സെറ്റിംഗ്. Okay, next. And the painter was commissioned by Cleve to record the memorable events in Cleve's life. അപ്പൊ ഈ പെയിന്റിംഗ് ചെയ്ത പെയിന്ററിനെ റോബർട്ട് ക്ലീവ് അദ്ദേഹത്തിന്റെ മെജസ്റ്റിക് പാലസിലേക്ക് അല്ലെങ്കിൽ മെജസ്റ്റിക് ടെന്റിലേക്ക് വിളിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പല ഇവന്റ്സും റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. പെയിന്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുകയും ചെയ്തു കേട്ടോ. ഓക്കെ, next one. The grant of Diwani clearly was one such event in British imagination. ഈ ഒരു ദിവാന്റെ ബംഗാളിന്റെ ദിവാനായിട്ട് ഒരു പൊസിഷൻ കിട്ടുക എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് ഒരു വലിയ ഒരു കാര്യം തന്നെയായിരുന്നു. As Diwan, the company became the chief
financial administrator of the territory under its control. അല്ലെ എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ബ്രിട്ടീഷുകാര് ദിവാനായി മാറി എന്ന് പറയുമ്പോൾ എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ആരുടെ കൺട്രോളിലായി? ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായി ട്ടോ. Okay. And now it had to think of administering the land, organizing its revenue resources. ഇനി അവർക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലാണ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ. അപ്പൊ എന്താണ്? അവരാണ് എന്ത് ചെയ്യുക? അഡ്മിനിസ്റ്റർ ചെയ്യുക. എന്തൊക്കെ? ലാൻഡിനും അതുപോലെ തന്നെ പല റിസോഴ്സസിനും റവന്യൂ ഏർപ്പെടുത്തുന്നത് ഇനി ആരായിരിക്കും? ബ്രിട്ടീഷുകാരായിരിക്കും അല്ലെ. ആൻഡ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെ പോയിന്റ്സ് ആയിരുന്നു മക്കളെ? The painter was commissioned by Clive to record the memorable events in Clive's life. Okay, and the grant of Diwani clearly was one such event in British imagination. As Diwan, the company became the chief financial administrator of the territory under its control. Now it had to think of administering the land and organizing its revenue resources. Okay. ഇതാണ് റോബർട്ട് ക്ലീവ് കേട്ടോ. അദ്ദേഹത്തിന്റെ ടെന്റിൽ വെച്ചിട്ടാണ് എന്ത് ഈ ഒരു മുഗൾ എംപറർ ബ്രിട്ടീഷുകാർക്ക് ദിവാൻ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പൊസിഷൻ കൈമാറിയത്. Okay. And this had to be done in a way that could yield enough revenue to meet the growing expenses of the company. അപ്പൊ എന്താണ്? അവരെല്ലാതിനും എല്ലാ റിസോഴ്സസിനും കറക്റ്റ് ആയിട്ട് ടാക്സസ് ഒക്കെ എന്ത് തുടങ്ങി കൂട്ടാൻ തുടങ്ങി. എന്താന്ന് വെച്ചാൽ അവർക്ക് നിലനിൽക്കണമെങ്കിൽ എല്ലാത്തിനും നല്ല രീതിയിലുള്ള എന്താണ് ടാക്സ് ഉൾപ്പെടുത്തണം അല്ലെ. Okay. A trading company had also to ensure that it could buy the products it needed and sell what it wanted. Okay, ഒരു ട്രേഡിംഗ് കമ്പനി ഹാഡ് ഓൾസോ ടു എൻഷുർ ദാറ്റ് ഒരു ട്രേഡിംഗ് കമ്പനി എന്ത് ചെയ്യണമെന്ന മസ്റ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം ഇറ്റ് കുഡ് ബൈ ദ പ്രൊഡക്ട്സ് ഇറ്റ് നീഡഡ്. എന്ന് വെച്ചാല് അവർക്ക് വേണ്ട പ്രൊഡക്ട്സ് അവരെന്ത് ചെയ്യണം? വാങ്ങണം. ആൻഡ് സെൽ ഇറ്റ് വാട്ട് ഇറ്റ് വാണ്ടഡ്. എന്ന് വെച്ചാൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് അവർ സെല്ലും ചെയ്യണം, കൊടുക്കും ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ. ഓവർ ദ ഇയേഴ്സ് ദ കമ്പനി ഓൾസോ ലേൺ ദാറ്റ് ഇറ്റ് ഹാഡ് ടു മൂവ് വിത്ത് സം കോഷ്യൻ. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി എന്താണ് കുറച്ച് കോൺഷ്യസ്ലി കുറച്ച് കാര്യങ്ങള് മുന്നോട്ടുള്ളത് കെയർ ചെയ്യാനുണ്ട്, നോക്കാനുണ്ട്, ഇത് മനസ്സിലായി. ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞത്? ദിസ് ഹാഡ് ടു ബി ഡൺ in a way that could yield enough revenue to meet the growing expenses of the company. കമ്പനിന്റെ സാമ്പത്തികമായ വളർച്ചയ്ക്ക് എല്ലാ തരത്തിലുള്ള ലാഭം അവരുണ്ടാക്കാൻ എന്താണ് റെഡിയായി അല്ലെ. അങ്ങനെയാണ് ട്രേഡിംഗ് കമ്പനിയോട് അവർ പറയുന്നത് എന്താണ്? ദേ കുഡ് ബൈ ദ പ്രൊഡക്ട്സ്. വേണ്ട പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾ വാങ്ങുക, നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾ വിറ്റയക്കുക എന്നൊരു ഇതാണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ട്രേഡിംഗ് കമ്പനീസിനോടൊക്കെ പറഞ്ഞത്. ഓക്കെ. Being an alien power, it needed to pacify those who in the past had ruled the countryside and enjoyed the authority and prestige. ഒരു ഏലിയൻ പവർ ആണ് അല്ലെ ഇവര്. എന്ന് വെച്ചാല് ഇവർക്ക് കൈമാറ്റപ്പെട്ട് കിട്ടിയ ഒരു പവറാണ്, മുഗൾ എംപറർ കൊടുത്തതാണ്. അപ്പൊ ഇവരെ എന്തൊക്കെ ഓർമ്മിക്കണം എന്നാ പറയുന്ന? പണ്ട് കാലഘട്ടത്തിൽ ഇവിടെ റൂൾ ചെയ്ത റൂളേഴ്സിന്റെ ഹിസ്റ്ററീസ്, അവര് വളർത്തിപ്പോന്ന അതോറിറ്റി അല്ലെങ്കിൽ പ്രസ്റ്റീജ് എല്ലാം നോക്കിക്കാണണം എന്ന് പറയാണ്. ഓക്കെ. Those who had held local power had to be controlled, but they could not be entirely eliminated. അല്ലെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാൻ പോവാണ് എന്ന് വെച്ചാൽ ലോക്കൽ പവർ ഒക്കെ ചെയ്യുന്നവരൊക്കെ കൺട്രോൾ ചെയ്യാനാണ് അല്ലെ. എന്നിട്ട് അവരെ അൾട്ടിമേറ്റ് പവറായിട്ട് വാഴാനാണ് അവർ നോക്കുന്നത് ബ്രിട്ടീഷുകാർ അല്ലെ. പക്ഷെ അവരെ ഈ ലോക്കൽ റൂളേഴ്സിന് ഫുള്ളായിട്ട് തച്ചുടയ്ക്കാൻ അവർക്ക് പറ്റുമോ? ഇല്ല അല്ലെ. Mainly they could not be entirely eliminated അല്ലെ. Okay. And revenue for the company. കമ്പനിക്ക് റവന്യൂ എങ്ങനെയൊക്കെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കിട്ടാൻ തുടങ്ങിയത്? Okay.
the company had become the divan ആയിട്ട് ഹെഡ് ആയിട്ട് വന്നു അല്ലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബട്ട് ഇറ്റ് സ്റ്റിൽ സോ ഇറ്റ്സെൽഫ് primarily as a trader. പക്ഷെ ആളുകൾ ഇപ്പോഴും ഇവരെ ട്രേഡേഴ്സ് ആയിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണാൻ കാരണം? ബിക്കോസ് അവർ ഇവിടേക്ക് ഇന്ത്യയിലേക്ക് വന്നത് തന്നെ ഒരു ട്രേഡർ ആയിട്ടാണ് അല്ലെ, എന്നിട്ടല്ലേ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചത്. ഓക്കെ, and it wanted a large revenue income but was unwilling to set up any regular system of assessment and collection. ല്ലേ, എന്താണ് പറയുന്നത് മക്കളെ എന്ന് വെച്ചാല് അവർക്ക് ലാർജ് റവന്യൂ ഇൻകം ഉണ്ടാക്കണമെന്നുണ്ട്, ബട്ട് was unwilling to set up any regular system of collection. എപ്പോഴും ഡെയിലി ഒരു കളക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത് അവർക്ക് സെറ്റപ്പ് ചെയ്യാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനീന്റെ റവന്യൂ കൂട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യണം? The effort was to increase the revenue as much as it could and buy the fine cotton and silk cloth as cheaply as possible. എന്ന് വെച്ചാൽ വളരെ തുച്ഛമായ പൈസയില അല്ലെ കോട്ടനും സിൽക്ക് ക്ലോത്തും ഒക്കെ ട്രേഡിങ്ങിന് വേണ്ടി കിട്ടുകയാണെങ്കിൽ അവരുടെ റവന്യൂല് വലിയ രീതിയിലുള്ള ഇൻക്രീസ് വരും അല്ലെ, കൂട്ടും. അത് വലിയ രീതിയിലുള്ള അവരുടെ റവന്യൂല് വർധനമുണ്ടാക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, the company had become the divan but it still saw itself merely as a trader. Okay, it wanted a large revenue income but was unwilling to set up any regular system of assessment and collection. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? The effort was to increase the revenue as much as it could. അല്ലെ, അവർക്ക് പറ്റുമ്പോഴൊക്കെ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് ട്രേഡിലൂടെ. അവർക്ക് മനസ്സിലായി ട്രേഡിലൂടെ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു ഇൻകം ബ്രിട്ടീഷുകാർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവര് കോട്ടനും സിൽക്ക് ക്ലോത്തും ഒക്കെ ചെറിയ വിലയ്ക്ക് അവർ എന്ത് ചെയ്തു? മറ്റുള്ള കൺട്രീസിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇവിടുന്ന് ചെറിയ വിലയ്ക്ക് വാങ്ങിയിട്ട് അവർ വലിയ വിലയ്ക്ക് വേറെ കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എന്നാണ് കേട്ടോ നമ്മൾ ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ. വിത്തിൻ 5 years, അങ്ങനെ 5 വർഷം അവർ ഇവിടെ ദിവാനായി ഭരിച്ചപ്പോ, ബംഗാളില് ദിവാനായി ഭരിച്ചപ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് മക്കളെ വന്നത്? The value of goods bought by the company in Bengal doubled. പല കൺട്രീസിൽ നിന്ന് അവർ കൊണ്ടുവന്ന ഗുഡ്സിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ വാല്യൂ കൂടാൻ തുടങ്ങി. ഓക്കെ, ബിഫോർ 1765 ഇവർ ഇവിടെ ദിവാൻ ആവുന്നതിന് മുന്നേ ഉള്ള കണ്ടീഷൻ എന്തായിരുന്നു മക്കളെ? The company had purchased the goods in India by importing gold and silver from Britain. Okay, പണ്ട് കാലഘട്ടത്തിൽ ഇവർ ട്രേഡർ ആയിട്ട് ഇവിടെ വന്നവരല്ലേ ബ്രിട്ടീഷുകാര്. അപ്പൊ അവര് മെയിൻലി കുറെ പ്രൊഡക്ട്സ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി അല്ലെ, പർച്ചേസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രിട്ടനിലുള്ള ഗോൾഡും സിൽവറും ഒക്കെ അവർക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ. ഓക്കെ, now the revenue collected in Bengal could finance the purchase of goods for export. ഇപ്പൊ കൂടുതൽ അവര് വരുമാനം ഉണ്ടാക്കുന്ന ദിവാനായതിനു ശേഷം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദിവാനായതിനു ശേഷം, ബംഗാളത്തെ ദിവാനായതിനു ശേഷം കൂടുതൽ അവർ പൈസ ഉണ്ടാക്കിയത് എന്തിലൂടെയായിരുന്നു? എക്സ്പോർട്ട് ട്രേഡിലൂടെ ആയിരുന്നു അല്ലെ. ഇവിടെ നമ്മുടെ ഇന്ത്യയിലുള്ള സിൽക്കും കോട്ടനും ചെറിയ വിലയ്ക്ക് അവർ മറ്റൊരു കൺട്രിയിലേക്ക് വിറ്റയക്കുന്നു. അവരുടെ ബ്രിട്ടനിലുള്ള ഗോൾഡും സിൽവറും ഇവിടേക്കും അവര് ഇമ്പോർട്ട് ചെയ്യുന്നു അല്ലെ. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഓക്കെ, ഇതെന്താണ് സിറ്റുവേഷൻ? ബംഗാൾ ഫാമിൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. Soon it was clear that Bengal economy was facing a deep crisis. അങ്ങനെ ഇവരെല്ലാത്തിനും റവന്യൂ അവര് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്, കൂടുതൽ ആളുകളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല ബംഗാൾ അവര് റൂൾ ചെയ്തത് അല്ലെ ബ്രിട്ടീഷുകാര്. അപ്പോ അത് വലിയ രീതിയിലുള്ള സാമ്പത്തിക തളർച്ച ബംഗാൾ ഉണ്ടാക്കി എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. The artisans were deserting villages. എന്ന് വെച്ചാൽ വലിയ വലിയ പെയിന്റേഴ്സും എല്ലാ വിധത്തില് ഇങ്ങനെ തൊഴിൽ അറിയുന്നവരൊക്കെ എന്താണ് അവിടെ നിന്ന് ബംഗാളിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അഭയാർത്ഥികളെ പോലെ വേറെ സ്ഥലത്തേക്ക് ചേക്കേറി. പിന്നെയോ, since they were being forced to sell their goods
to the company at low price. അതിലുപരി ഈ ആർട്ടിസൻസ് ഒക്കെ അവരുടെ ഗുഡ്സ് അല്ലെ, അവരുടെ ഗുഡ്സ് ഒക്കെ കമ്പനിക്ക് ചെറിയ വിലക്ക് കൊടുക്കാൻ അവർ നിർബന്ധിതരായി എന്നാണ് പറയുന്നത്. പിന്നെയോ and peasants were unable to pay the dues that were being demanded from them. പെസൻസിന്റെ കൈമന്ന് കുറെ ടാക്സ് ഈടാക്കുമായിരുന്നു ബ്രിട്ടീഷുകാര്. പക്ഷെ പെസൻസിന്റെ കൈമൽ അത് കൊടുക്കാനുള്ള പൈസ പോലും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. സാധാരണക്കാരായ കർഷകരുടെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അങ്ങനെ ആർട്ടിസൻസ് എല്ലാ വിധത്തിലുള്ള പെയിന്റേഴ്സും കൈത്തൊഴിൽ അറിയുന്നവരൊക്കെ വേറെ സ്ഥലത്തേക്ക് ചേക്കേറിയപ്പോൾ അവിടെ എന്താ അവരുടെ പ്രൊഡക്ഷൻ ഫീൽഡ് അവിടെ കുറഞ്ഞു, ഡിക്ലൈൻ ആയി. ആർട്ടിസണൽ അല്ലെ production was in decline and agricultural cultivation showed the signs of collapse. അങ്ങനെ ആർട്ടിസണൽ പ്രൊഡക്ഷൻ കുറഞ്ഞു, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനും അവിടെ കൊളാപ്സ് ആയി, തകർന്നടിഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ എന്തൊക്കെയാ സംഭവിച്ചു നമുക്ക് നോക്കിയാലോ. Then in 1770 1770 ആയപ്പോ ബംഗാൾ എന്ത് സംഭവിച്ചു മക്കളെ? A terrible famine killed. എന്ന് വെച്ചാൽ അവിടെ ഫുള്ള് ഭക്ഷ്യക്ഷാമമായി. കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കുന്നില്ല, അഗ്രികൾച്ചർ കൾട്ടിവേഷൻ പ്രൊഡക്ഷൻ നടക്കുന്നില്ല, ആർട്ടിസണൽ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അപ്പൊ അവിടെ ബംഗാൾ ഫാമിൻ വന്നു. അത് 100 കണക്കിന് ആളുകളെ കൊന്നടുക്കി എന്നാണ് പറയുന്നത്. About 1/3 of population was wiped out due to Bengal famine എന്നാണ് പറയുന്നത് കേട്ടോ. Okay, then in 1770 a terrible famine killed 10 million people in Bengal. About 1/3 of the population was wiped out. Okay, and the need to improve agriculture. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുള്ളത് ഈ ബംഗാൾ ഫാമിൻ ഒഴിവാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, and after 2 decades of debate on the question, ഇതിൽ കുറെ പേര് സംവാദത്തിലായി അല്ലെ. The company finally introduced the permanent settlement in 1793. അങ്ങനെ കുറെ സംവാദത്തിൽ ഏർപ്പെട്ടിട്ട് ഈ കമ്പനി എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്തിന് തുടക്കമിട്ടു? പെർമനന്റ് സെറ്റിൽമെന്റിന് തുടക്കമിട്ടു. ഏത് വർഷം? 1793. ഓക്കെ, ഈ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന പോളിസി എന്താണ് മക്കളെ ഉദ്ദേശിക്കുന്നത്? It is by the terms of settlement the Rajas and Talukdas were recognized as Zamindars. ഈ ഒരു പെർമനന്റ് സെറ്റിൽമെന്റിന്റെ ബേസിൽ രാജാസ് ഒക്കെ എന്തായി മാറും? ജമീന്ദാസ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. And they were asked to collect rent from the peasants and pay revenue to the company. അപ്പൊ എന്താ പറയുന്നത്? ഈ രാജാസും താലൂക്ദാസിനെ ഒക്കെ ആണ് എന്തായിട്ട്? ജമീന്ദാസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുക based upon the permanent settlement policy. ഓക്കെ, അപ്പൊ ഈ ഒരു ജമീന്ദാസ് ആയി കണക്കപ്പെടുന്ന ഈ രാജാസ് ആണ് ഈ പെസൻസിന്റെ കൈമന്ന് റെന്റ് കളക്ട് ചെയ്യേണ്ടത്, വാടക കളക്ട് ചെയ്യേണ്ടത്, ഓക്കെ, റവന്യൂ കളക്ട് ചെയ്യേണ്ട ജോബൊക്കെ അവർക്കാണ്, ജമീന്ദാസിനാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, and the amount to be paid was fixed permanently, that it was not to be increased. It was not to be increased ever in future. എന്ന് വെച്ചാൽ ഈ പെസൻസ് അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഇൻ ഫ്യൂച്ചറിൽ അത് കൂടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, it was felt that this would ensure a regular flow of revenue into the company. ഇങ്ങനെ പെസൻസിന്റെ കയ്യിൽ നിന്ന് ഈ ഒരു എമൗണ്ട് ഈടാക്കിയാണെങ്കിൽ ഈ കമ്പനിന്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യുമെന്നാണ് കേട്ടോ അവരുടെ ഒരു കോൺസെപ്റ്റ്. And at the same time encourage the Zamindars to invest in improving the land. അതുപോലെ തന്നെ ഈ ജമീന്ദാസും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അത് ലാൻഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലാൻഡിന് വലിയ രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ് വരും എന്നാണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഇതാണ് ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ 1757 to 1857. പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം ഓഫ് ബംഗാൾ പിക്ചറൈസേഷൻ. ഓക്കെ, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഈ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ട് വന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. ദ പെർമനന്റ് സെറ്റിൽമെന്റ് ഹൗവർ ക്രിയേറ്റഡ് പ്രോബ്ലംസ്. ഇത് വലിയ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് ഈ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നത് കേട്ടോ മക്കളെ. It is company officials soon discovered that
Zamindars were in fact not investing in the improvement of land. അങ്ങനെ കമ്പനി മനസ്സിലാക്കി ഈ ജമീന്ദാസ്, ഈ രാജാസും താലൂക്ദാസും ആണല്ലോ ജമീന്ദാസ് എന്ന് ഇവർ കണക്കാക്കിയത്. ഈ ജമീന്ദാസ് ഈ ലാൻഡ് ഇംപ്രൂവ്മെന്റിന് ഒരു തരത്തിലുള്ള സഹായം ചെയ്യുന്നില്ല, ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഇവര് മനസ്സിലാക്കി. ഓക്കെ, and the revenue that had been fixed was so high the zamindars found it difficult to pay. അവര് ഇങ്ങനെ സാധാരണ ജനങ്ങളുടെ മേലും പെസൻസിന്റെ മേലും ജമീന്ദാസിന്റെ മേലും ചുമത്തിയ റവന്യൂ എന്ന് പറയുന്നത് അത് പേ ചെയ്യാൻ പറ്റാത്തൊരു എമൗണ്ട് ആണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു പേ എന്നാണ് പറയുന്നത് അല്ലേ. ഇതാണ് ജമീന്ദാസ് ആൻഡ് താലൂക്ദാസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. പിന്നെ എന്താ സംഭവിക്കുക? ഈ ജമീന്ദാസ് ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കിയാലോ. എനിവൺ ഹു ഫെയിൽ ടു പേ ദ റവന്യൂ ലോസ്റ്റ് ഹിസ് ജമീന്ദാരി എന്ന് വെച്ചാൽ ആരെങ്കിലും ഈ ഒരു എന്താണ് റവന്യൂ കൊടുക്കാൻ പറ്റിയിട്ടില്ല, ഏതെങ്കിലും ജമീന്ദാസിന് റവന്യൂ പേ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ ആ ഒരു ടൈറ്റിൽ, ജമീന്ദാരി എന്ന് പറയുന്ന ടൈറ്റിൽ നഷ്ടമാവും എന്നാണ് കേട്ടോ പറയുന്നത്. ആൻഡ് ന്യൂമറസ് ജമീന്ദാസ് വെർ സോൾഡ് ഓഫ് അറ്റ് ഓപ്ഷൻസ് ഓർഗനൈസ്ഡ് ബൈ ദ കമ്പനി. അങ്ങനെ കുറെ ന്യൂമറസ് ജമീന്ദാസ് അങ്ങനെ അവരുടെ ടൈറ്റിൽസ് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. By the first decade of 19th century, 19th നൂറ്റാണ്ടിന്റെ തുടക്കം സിറ്റുവേഷൻ ഒക്കെ മാറി മറിഞ്ഞു. The prices in the market rose എന്ന് വെച്ചാൽ എല്ലാ സാധനത്തിനും മേലുള്ള വില കൂടി വർദ്ധിച്ചു. കൾട്ടിവേഷൻ സ്ലോലി എക്സ്പാൻഡ്, കൾട്ടിവേഷൻ ഒരു ചെറിയ തോതിൽ വരാൻ വേണ്ടി തുടങ്ങി എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, this meant that increase in the income of zamindars, ഇത് ജമീന്ദാസിന്റെ റവന്യൂ കൂട്ടി എന്നാണ് പറയുന്നത്. ബട്ട് നോ ഗെയിൻ ഫോർ ദ കമ്പനി, പക്ഷെ അത് കമ്പനിക്ക് ഒരു തരത്തിലുള്ള എന്താണ് റവന്യൂ ഇൻക്രീസ് ചെയ്യാനൊന്നും ഉണ്ടാക്കിയില്ല. കുഡ് നോട്ട് ഇൻക്രീസ് റവന്യൂ ഡിമാൻഡ് ദാറ്റ് ഹാഡ് ബീൻ ഫിക്സഡ് പെർമനന്റ്ലി എന്ന് വെച്ചാൽ ഇത്ര റവന്യൂ നമ്മൾ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് ഒരു കോൺസെപ്റ്റ് ഒക്കെ ഇവർ ഇറക്കിയിരുന്നു. പക്ഷെ അത്രയൊന്നും അവർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടുമില്ല. ഓക്കെ, even then the zamindars did not have an interest in improving the land. പിന്നെ ജമീന്ദാസിന് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഈ ലാൻഡ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിൽ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? some had lost their lands in the earlier years of settlement അല്ലെ. കുറച്ചു പേർക്ക് എന്താണ് ലാൻഡ്, അവരുടെ ലാൻഡ് നഷ്ടമായി എന്നാണ് പറയുന്നത് കേട്ടോ ഈ ഒരു പെർമനന്റ് സെറ്റിൽമെന്റിന്റെ ഇതില്. ആൻഡ് അതേഴ്സ് നൗ സോ ദ പോസിബിലിറ്റി ഓഫ് ഏർണിംഗ് വിതൗട്ട് ട്രബിൾ ആൻഡ് റിസ്ക് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ സ്വന്തമായി തൊഴിൽ ചെയ്ത് ജീവിക്കാൻ തുടങ്ങി ചില ജമീന്ദാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, and as long as zamindars could give out the land to tenants and get rent, അങ്ങനെ zamindars അവരുടെ റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ലാൻഡ് ആർക്ക് കൊടുത്തു? പാട്ടത്തിന്, ടെനൻസിന് കൊടുത്തു, എന്നിട്ട് വാടക വാങ്ങി. ബട്ട് they were not interested in improving the land. പക്ഷെ ഈ ലാൻഡ് ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഒരു ഇൻട്രസ്റ്റും ജമീന്ദാസിനും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓക്കെ, on the other hand, in the villages the cultivator found the system extremely oppressive. എന്ന് വെച്ചാല് ഈ ജമീന്ദാസ് എന്ത് ചെയ്യുന്നു? റെന്റിന് ലാൻഡ് ടെനൻസിന് കൊടുക്കുന്നു, അത് അവര് കറക്റ്റ് ആയിട്ട് റവന്യൂ പേ ചെയ്യണം. പക്ഷെ ഈ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന സിസ്റ്റം അല്ലെ ഫാമേഴ്സിന് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവരെ തന്നെ അടിച്ചമർത്തുന്ന പോലെയാണ് തോന്നിയത് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, the rent he was to paid. The rent paid to the zamindar was high. എന്ന് വെച്ചാൽ ഈ ടെനൻസ്, പാവപ്പെട്ട ഫാമേഴ്സ് ഈ ജമീന്ദാസിന് കൊടുക്കുന്ന പലിശ അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്നത് അത്രയും ഹൈ ആണ് കേട്ടോ. ആൻഡ് ഹിസ് റൈറ്റ് ഓൺ ദ ലാൻഡ് വാസ് ഇൻസെക്യൂർ. അവർക്ക് ആ ലാൻഡിന് മുകളിലുള്ള അവകാശം എന്ന് പറയുന്നത് അത്ര സുരക്ഷിതവുമല്ല എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഈ ജമീന്ദാസിന് റെന്റ് കൊടുക്കണമെങ്കിൽ ഈ പാവപ്പെട്ട കർഷകർ വേറെ അല്ലെ പലിശ തരുന്ന ആൾക്കാരിൽ നിന്ന് അവർ കാല് പിടിക്കേണ്ട അവസ്ഥയാണ് വരുന്നത് എന്നാണ് പറയുന്നത്. മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കേണ്ടി വരുന്നു. ടു പേ ദ റെന്റ് ദ ഫാമേഴ്സ് അല്ലെ ഹാഡ് ടു ടേക്ക് എ ലോൺ ഫ്രം ദ മണി ലെൻഡർ. ആൻഡ് വെൻ ഹി ഫെയിൽ ടു പേ ദ റെന്റ്, അഥവാ ഈ ഫാമേഴ്സിന് അഥവാ ഈ റെന്റ് വാടക കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു ജമീന്ദാസിനെങ്കിൽ ഹി വാസ് എവിക്റ്റഡ് ഫ്രം ദ ലാൻഡ്. ആ ഒരു ലാൻഡിൽ നിന്ന് ആ ഫാമറിനെ പുറത്താക്കുകയും
He had cultivated for generation. ഇത്ര കുറെ തലമുറകളായിട്ട് കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ആളെ അവിടെ നിന്ന് അവരെ എവിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്, പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് മെയിൻലി ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻലി? എന്താണ് ഈ ഒരു ദിവാൻ എന്ന് പറയുന്ന പട്ടം, അല്ലെ? ദിവാൻ എന്ന് പറയുന്ന പട്ടം ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ മുഗൾ എംപറർ കൊടുക്കുകയാണ്. എവിടെ നിന്നാണ് അത് കൈമാറിയത്? ഈ ഒരു ഡോക്യുമെന്റ് ഇറ്റ് ഇസ് ഇൻ ദ റോബർട്ട് ക്ലീവ്സിന്റെ ടെന്റിൽ നിന്നാണ്. അത്രയും ഗ്രാൻഡ് സെറ്റിംഗിൽ നിന്നായിരുന്നു കേട്ടോ ആ ഒരു ഇത് കൈമാറിയത്. അങ്ങനെ ദിവാൻ ആയപ്പോ എന്താണ് ഇവർക്ക് എന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാർക്ക് എന്ന് വെച്ചാൽ മാക്സിമം ബെനിഫിറ്റ് ത്രൂ ട്രേഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ അൾട്ടിമേറ്റ് എയിം. പ്രോഫിറ്റ് ആണ് അവരുടെ എയിം, അല്ലെ? എന്ന് വെച്ചാൽ ബാക്കിയുള്ള മനുഷ്യരൊക്കെ ഒരു മെഷീൻ പോലെ എത്ര പണിയെടുക്കാം അത് മാത്രമായിരിക്കും അവര്. അങ്ങനെ അവരൊരു പോളിസി കൊണ്ടുവന്നു. ബംഗാൾ ഫാമിൻ അവിടെ വന്നു. ഓക്കെ, ബംഗാൾ ഫാമിൻ വന്നപ്പോ ഫിനാൻഷ്യലി എല്ലാം ലോ ഡൗൺ ആയി. അത് ആ ഒരു ഇത് മാറ്റാൻ വേണ്ടി പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടു. റവന്യൂ ഒന്നും ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോ ബ്രിട്ടീഷുകാര് പെർമനന്റ് സെറ്റിൽമെന്റ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അതില് ജമീൻദാസ്, ഈ രാജാസൻ താലൂക്ക് ദാസിന് ജമീൻദാസ് എന്ന് അവർ പറഞ്ഞു. ഈ ജമീൻദാസ് വേണം പെസൻസിന്റെ കയ്യിൽ നിന്ന് റെന്റ് ഒക്കെ വാങ്ങാൻ. ഈ റെന്റ് എന്ന് പറയുമ്പോൾ അത്രയും ഹൈ ആയിരുന്നു കേട്ടോ പെസൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടത്. അപ്പൊ ഈ ജമീൻദാസിനും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം ഈ ലാൻഡ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി. പക്ഷെ ജമീൻദാസിന് അതൊന്നും ഇൻവെസ്റ്റ് പറ്റിയില്ല. ജമീൻദാസ് ഈ ലാൻഡ് ടെനൻസിന് കൊടുത്തിട്ട് അവർ അതിൽ നിന്ന് എന്ത് ലാഭം ഉണ്ടാക്കാൻ നോക്കുകയാണ് ചെയ്തത്. അത് ഈ ഫാമേഴ്സിനൊന്നും വലിയ രീതിയിലുള്ള ഇതൊന്നും എന്താണ് അവർക്ക് ഈ ഒരു പോളിസി എന്ന് പറയുന്ന ഒരു ഒപ്രസീവായി തോന്നി. അവരെ തന്നെ അടിച്ചമർത്തുന്നത് തുല്യമായി തോന്നുകയും, അല്ലെ? അപ്പൊ കുറെ പേർക്ക് ഈ ഒരു ലോൺ അടയ്ക്കാൻ വേണ്ടി ഈ ഒരു ജമീൻദാസിന് റെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ജമീൻദാസ് ടെനൻസിന് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ഈ ടെനൻസിന്, ഫാമേഴ്സിന്, ഈ ജമീന്ദാർക്ക് ഈ ഒരു എന്താ പറയാ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ മണി ലെൻഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ഇത് പെർമനന്റ് സെറ്റിൽമെന്റിന്റെ ഇതാവുന്നത്. ഓക്കെ, ഇതാണ് മെയിൻലി ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് സെഷനിൽ we are going to deal with a new system as devised. പുതിയൊരു സിസ്റ്റമാണ് ഇനി, പുതിയൊരു സിസ്റ്റത്തെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.